പ്രിയ ദൈവജനമേ, സങ്കീർത്തകൻ ഇങ്ങനെ പറയുന്നു: ഞാൻ പാപങ്ങൾ ഏറ്റു പറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചുപോയി. രാവും പകലും അങ്ങയുടെ കരം എൻ്റെ മേൽ പതിച്ചിരിക്കുന്നു. വേനൽക്കാലത്തെ ചൂടുകൊണ്ടെന്ന പോലെ എൻ്റെ ശക്തി വരണ്ടുപോയി. സങ്കീർത്തനം 32 3-4 തിരുവചനങ്ങൾ. പാപങ്ങൾ ഏറ്റുപറയാതെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഓരോ പാപിയുടെയും ദുരന്തമാണിത്. അവനിലുള്ള അവളിലുള്ള പാപത്തിൻ്റെ ശക്തി അവരെ പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു നിരന്തരമായി. എന്നാൽ ദൈവസന്നിധിയിൽ പാപങ്ങൾ ക്ഷമിക്കുവാൻ അധികാരമുള്ള വൈദികനോട് അവൾ അതേറ്റു പറയുന്ന നിമിഷം തന്നോട് ക്ഷമിക്കപ്പെട്ടതിൻ്റെ ഒരു സമാധാനം ആ വ്യക്തിക്ക് കൈവരുന്നു. എൻ്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു, എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വെച്ചില്ല, എൻ്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. സങ്കീർത്തകൻ. അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിക്കപ്പെടുന്നു എന്ന ഈ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗ്യമാണ്. സഹോദരങ്ങളെ, കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു കുമ്പസാര കൂട്ടിലേക്ക്. കർത്താവ് ക്ഷണിക്കുന്നു, വരുവീൻ നമുക്ക് രമ്യതപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതായിത്തീരും. അവ രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. ഏശയ്യ 1:18. കർത്താവായ ഈശോയുടെ രക്ഷിക്കുന്ന സ്നേഹം നാം ഓരോരുത്തരും വ്യക്തിപരമായി അറിയുന്ന ഇടമാണ് കുമ്പസാരക്കൂട്. യേശുവിൻ്റെ രക്തം നമ്മെ വിശുദ്ധീകരിക്കുകയും കുമ്പസാരക്കൂട് കുരിശിലെ തൻ്റെ ആത്മത്യാഗത്തിലൂടെ ഈശോ നേടിയെടുത്ത നവജീവൻ നമുക്ക് സമ്മാനിക്കുകയും ചെയ്യുന്നു. അവിടെ ഇരിക്കുന്ന വ്യക്തി ആ വ്യക്തിയുടെ ഗുണമല്ല, പിതാവായ ദൈവം ആ വ്യക്തിയെ നമ്മളിലേക്ക് നമ്മളുടെ പാപങ്ങൾ ക്ഷമിക്കുന്ന ഒരു പൈപ്പായിട്ട്, ഒരു ടാപ്പും കണക്ട് ചെയ്യുന്ന ഒരു പൈപ്പായിട്ട് മാത്രമേ ആ പുരോഹിതൻ വർത്തിക്കുന്നുള്ളൂ. വിശുദ്ധിയുടെ കരുത്തിൽ നമ്മെ ക്രിസ്തുവിനോടൊപ്പം ജീവിപ്പിക്കുന്ന ഉദ്ധാനത്തിൻ്റെ സമ്മാനമാണിത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുവാൻ അവിടുന്ന് ആഗതനായല്ലോ. സ്വയം രക്ഷപ്പെടാനുള്ള ഞങ്ങളുടെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടിരിക്കുന്നു. കുമ്പസാരം എന്ന കുദാശയിലേക്ക് അവിടുന്ന് ഞങ്ങളെ നയിക്കുമ്പോൾ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സ്വയം വിട്ടുതരികയാണ് പിതാവേ. പാപികളോട് അങ്ങ് വ്യക്തിപരമായി സംസാരിച്ചതുപോലെ അവിടുത്തെ പുരോഹിതനിലൂടെ ഞങ്ങളോടും വ്യക്തിപരമായി സംസാരിക്കണമേ. അവിടുത്തെ ഉദ്ധാനത്തിൻ്റെ ശക്തിയാൽ ജീവിക്കുവാൻ അവിടുത്തെ വചനം ഞങ്ങളെ പുനർസൃഷ്ടിക്കട്ടെ. വിശുദ്ധിയിലും സ്നേഹത്തിലും ഞങ്ങളെ അവിടുത്തെ സ്വന്തമാക്കണമേ നാഥ. അങ്ങയുടെ ആത്മാവിനെയും സഭയെയും ഓർത്ത് 1000 നന്ദി. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന, യേശുവെ മഹത്വം. ഹല്ലേലൂയ. ആമേൻ.